ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഷബീന റിയാസ്. വെൽക്കം ബാക്ക് ടു മീ ആൻഡ് ഉപ്പാസ്. റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേ രുചിയിൽ വീട്ടിൽ നിന്നും ചിക്കൻ കറി എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1.5 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 4 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ മസാല റെഡിയാക്കുവാൻ വേണ്ടി പാനിൽ 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഒരു പിഞ്ച് ഉലുവയും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ക്രഷ് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് വരുമ്പോഴേക്കും മിക്സിയിലോട്ട് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി, കുറച്ച് മല്ലിയില, 15 കാഷ്യൂനട്ട് എന്നിവ നന്നായി പേസ്റ്റാക്കി എടുക്കാം. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി പേസ്റ്റ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതിലോട്ട് ആഡ് ചെയ്യാം. രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. അതിലോട്ട് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ചിക്കൻ വേവുന്നത് വരെ അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. അതിലോട്ട് അല്പം മല്ലിയില ആഡ് ചെയ്യാം. സോറി കേട്ടോ, ഞാനതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ മറന്നുപോയതാണ്. ചെറിയ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ അതിൽ ആഡ് ചെയ്യാം. കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്നല്ല, സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.